Good morning, my dear students. Then നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഫോളോ അപ്പ് തന്നെയാണ്. അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് സ്ലോ പ്ലേസ് പ്രൊഡക്ട്സ് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ കൺസ്യൂമേഴ്സ് ആൻഡ് സ്യൂട്ടബിൾ പ്രോസ്പെക്ട്സ് ആൻഡ് പ്രോഗ്രസ് ഇൻ റിപ്പോർട്ട് ആൻഡ് പ്ലാൻ റിപ്പോർട്ട്. അതായത് റിപ്പോർട്ട് മീൻസ് നമ്മൾ പറഞ്ഞു റിപ്പോർട്ടും ഡോക്യുമെൻറ്റും ഒന്നാണ്, രണ്ടും. അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് എഴുതുമ്പോൾ റിപ്പോർട്ടും ഡോക്യുമെൻറ്റും മാറി മാറി പറയുന്നത്. വാട്ട് ഈസ് ഡോക്യുമെന്റ് ആൻഡ് വാട്ട് ഈസ് സെയിൽസ് റിപ്പോർട്ട്? അത് ഈ റിപ്പോർട്ടാണ്, സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖല സെയിൽസ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് പ്രകാരം സെയിൽസ് റിപ്പോർട്ട് എന്താണ്, സെയിൽസ് റിപ്പോർട്ട് പ്രകാരം എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയത്, ഹയർ അതോറിറ്റീസ് എന്താണ് പറയുക, ഇവർ ബൗണ്ടറി തിരിച്ചെങ്ങോ എന്താ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ പറയുന്നത് മോസ്റ്റ് പ്രോഫിറ്റബിൾ കൺസ്യൂമേഴ്സ് ആണ്, സ്യൂട്ടബിൾ പ്രോസ്പെക്ട് എന്താണ്, പ്രോഗ്രസ് ഇൻ റിപ്പോർട്ട്, പ്ലാൻ റിപ്പോർട്ട്, ഫുൾ റിപ്പോർട്ടഡുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് നമ്മൾ ജനറേറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് എഫേർട്ട് ബൈ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രോഫിറ്റബിൾ കൺസ്യൂമർ, ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ കൺസ്യൂമേഴ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ദ സെയിം വേ ബൈ വിച്ച് ദ സെയിൽസ് റിപ്പോർട്ട് was helping the managers to find a products incurring profit. It shall also help them ഐഡൻറ്റിഫൈ ദ പ്രോഫിറ്റബിൾ ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതായത് ഇങ്ങനെ ഒരു സെയിൽസ് റിപ്പോർട്ട്, ആ സെയിൽസ് റിപ്പോർട്ടിൻ്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സും പോയിന്റ്സാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദ സെയിം വേ ഇൻ വിച്ച് ദ സെയിൽസ് റിപ്പോർട്ട് വാസ് ഹെൽപ്പിംഗ് ദ മാനേജേഴ്സ് ടു ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഡാമേജ്. അതായത് ഈ സെയിൽസ് റിപ്പോർട്ട് അയക്കുമ്പോൾ ഹയർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സും MD, അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് MD ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, ബ്രാഞ്ചിൽ മാനേജേഴ്സ് ഉണ്ടാവും, കുറേ ഹെഡുകളൊക്കെ ഉണ്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതിൽ മാനേജേഴ്സും അതിൻ്റെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ചർച്ച ചെയ്യാൻ ഈ ഒരു റിപ്പോർട്ട്, ഡോക്യുമെൻറ്റ് റിപ്പോർട്ട് ഹയർ അതോറിറ്റിയിലേക്ക് എത്തി അവർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അവർ പ്രൊഡക്റ്റിന്, അതായത് ഇവർ നമ്മുടെ ഏറ്റവും താഴേക്ക് പോകുന്നത് ആരാ, നമ്മുടെ സെയിൽസ്മാൻ ആണല്ലോ പോകുന്നത്. അപ്പോൾ ഈ സെയിൽസ്മാൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇത് ഡോക്യുമെന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിന് ഫാൾട്ട് ഉണ്ടോ, ഈ പ്രൊഡക്റ്റ് എന്താ, ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു അനലൈസേഷൻ, ഈ ക്വാളിറ്റി ഉള്ളതാണോ, മറ്റുള്ളവരുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഇതിൽ ഡീൽ ചെയ്തത്, പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നഷ്ടം വന്ന് അവിടെ തന്നെ നിൽക്കുന്നതാണോ, ഇതെല്ലാം മനസ്സിലാവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആർക്കാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, മാനേജേഴ്സിന്, ഹയർ അതോറിറ്റിക്ക് മനസ്സിലാവും. എന്ത് കണ്ടാൽ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ സെയിൽസ് റിപ്പോർട്ട് കണ്ടാൽ പെട്ടെന്ന് തന്നെ അവർക്ക് അത് മനസ്സിലാവുമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ കസ്റ്റമേഴ്സ് ആർ asset the company of entire success and depends on how many customers brand to able to attract of this piece of information from the sales data will although companies and the customer retention policies of built a started customer loyalty. This can be done through the various process such a discounting or specific product, okay, bonuses for the loyal customers of VIP service in the existing and the customers so that they are satisfied and share the experience with use of word of mouth. അതായത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുത്താൽ സെയിൽസ്മാന് അവരുടെ വായിൽ നിന്ന് അല്ലേ, നേരെ ഓപ്പൺ ഓഫ് മൗത്ത് കറക്റ്റ് ഇതിൽ പറയുന്നത് യൂസ് ഓഫ് വേർഡ് ഓഫ് മൗത്ത്. അവരുടെ വായിൽ നിന്ന് തന്നെ എന്ത് കേൾക്കാം, നല്ല എന്ത് കേൾക്കാം, അതായത് അപ്രീസിയേഷൻ, അതായത് എന്തെങ്കിലും നല്ല വേർഡുകൾ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ തന്ന സാധനം നല്ലതാണ്, നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് അത് ഇനിയും വരണം എന്നുള്ള എന്തായാലും അതൊരു കസ്റ്റമർ പെർമനൻറ്റ് കസ്റ്റമറാക്കി മാറ്റി. ഒരു പ്രാവശ്യം പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് അവർ യൂസ് ചെയ്തപ്പോൾ അവർ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഇത് ഓർഡർ വേണം, ഓർഡറിനൊക്കെ ഒരു നമ്പർ കൊടുക്കും. അതൊക്കെ ഒരു ബിസിനസ് സീക്രട്ട് തന്നെയാണ്. അപ്പോൾ ഒരു പെർമനൻ്റ് ആരായി മാറി, കസ്റ്റമറായി മാറി. അത് ആ ഒരു സെയിൽസ്മാൻ്റെ കഴിവാണ്. അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്. ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല, നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം കസ്റ്റമറെ, എങ്കിലേ അവിടെ എന്തുള്ളൂ, ബിസിനസ് ഡീലിങ്ങിന് ഗ്രോത്ത് ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു പെർമനൻറ്റ് കസ്റ്റമർ സെയിൽസ്മാൻ റിലേഷൻഷിപ്പ് പെർമനൻറ്റ് വരണമെങ്കിൽ പോസിറ്റീവായിട്ട് ഭാവിയിലേക്ക് ആ കസ്റ്റമർ പറഞ്ഞ് വേറെ കസ്റ്റമർ അറിഞ്ഞു, അതറിഞ്ഞു വേറെ കസ്റ്റമർ അറിഞ്ഞു, അങ്ങനെ കസ്റ്റമേഴ്സ്, ഒരു കസ്റ്റമർ അത്രയും ക്വാളിറ്റി റിലേറ്റഡ് ആണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, അത് റിലേറ്റഡ് പല കസ്റ്റമേഴ്സും നമുക്ക് ഉപഭോക്താക്കളെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും എന്നതാണ് ഇതിൻ്റെ വേറൊരു ലോയൽറ്റി എന്ന് പറയുന്നത്. Then finding the suitable prospects of different consequences.
suitable prospect എന്ന് പറയുന്നത് the data in the sales document presents various trends and patterns. By visualizing the patterns it becomes all such information it is takely resources and with the mix of effective or smarter. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്യൂട്ടബിൾ പ്രോസ്പെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസ്പെക്റ്റും അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം എങ്ങോട്ട് പോകാൻ. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രചരിപ്പിക്കാൻ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒരു ഘടകമാണ് നമ്മുടെ സെയിൽസ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടറിന് ഏറ്റവും വലിയ ഘടകം. നമ്മൾ പിന്നെ ഒരു വീട്ടിൽ മിസ്സിന് ഏതോ ഒരു ക്ലാസ്സിൽ മിസ് പരാമർശം നിങ്ങൾക്ക് അറിയുന്ന ഒരു വീട്ടിലേക്ക് ഒരു സെയിൽസ്മാൻ കയറി ചെല്ലുമ്പോൾ എന്താവണം, സത്യസന്ധമായ പെരുമാറ്റമായിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും മാല മോഷണം, കാരണം എന്തെങ്കിലും വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വരുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, മാലയോ അല്ല വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും സംഭവങ്ങൾ മെറ്റീരിയൽസ് എന്ന് എടുത്ത് മോഷണം നടത്തി പോകുന്നു. അതും ഒരു സെയിൽസിന് എന്തായി വരുന്ന നെഗറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരുന്നൊരു കാര്യം നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. നമ്മൾ പത്രങ്ങളിൽ കാണാൻ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഓരോ വീട്ടിൽ കയറിയിട്ട് സെയിൽസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ എക്സ്പെൻസ് റിപ്പോർട്ട് ഓഫ് ഹിന്ദുസ്ഥാൻ, അത് നമ്മളൊക്കെ ഹിന്ദുസ്ഥാൻ ഈവൻ ഒരു ഹിന്ദുസ്ഥാൻ എന്താണ് ലിമിറ്റഡ് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എക്സ്പെൻസ് റിപ്പോർട്ട് ഇതിൽ എക്സാമ്പിളായി നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ റിപ്പോർട്ടിനും അതിൻ്റേതായ എന്താ പറയുക സെയിൽസ് വർക്ക് പ്ലാൻ ഉണ്ടാവും. ഇത് കണ്ടോ, പ്രോഗ്രസ് പ്ലാൻ റിപ്പോർട്ട്, ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലാനാണ്. അതായത് അവർ ചെയ്ത വർക്കിൽ അതിലൊരു പ്ലാൻ അടിസ്ഥാനത്തിലായിട്ട് അവർ പോകും. അവർ ഹയർ അതോറിറ്റി താഴെ സബായിട്ട് കുറച്ച് ഓഫീസേഴ്സിനെ നിയമിക്കുക. അവരാണ് ഈ സെയിൽസ്മാൻമാരെ പല കാറ്റഗറികളായിട്ട് ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവരെ പിന്നീട് അവർ ഒരുമിച്ച് കൂടി എന്തൊക്കെ സെയിൽ ചെയ്ത് പ്രൊഡക്റ്റിന് എന്തൊക്കെയാണ് പോയോ, ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഒരു ചർച്ച ചെയ്യുന്ന സംഭവമുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ഇതിൽ പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ നെറസ് ഡാറ്റ പ്രൊഡക്ട്സും ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിൽസ് പ്ലാൻ റിപ്പോർട്ട്. നമ്മളിനി പ്ലാൻ റിപ്പോർട്ടാണ്. എന്താണ് ഈ പ്ലാൻ റിപ്പോർട്ട്? ദ കൈൻഡ് ഓഫ് എ റിപ്പോർട്ട് വെർ ബേസിക് പ്ലാനിങ് ആൻഡ് ഔട്ട്ലൈൻ ദ ഫ്യൂച്ചർ പ്രോഗ്രാംസ്. നമുക്ക് ഈ ഒരു ബൗണ്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റതിന് ശേഷം അവിടെ നമുക്ക് എന്തായി, നേരത്തെ പെർമനൻറ്റ് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, വീണ്ടും അവർ വിളിക്കും, ഞങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നു, അവർക്ക് വീണ്ടും ഒരു സെയിൽസിനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ആൻഡ് ദെൻ കംപ്ലയിൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്. പിന്നെ കംപ്ലയിൻസ് നമുക്ക് എന്താവാം, കംപ്ലയിൻസും പ്രതീക്ഷിക്കാം. അതായത് ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ തന്നെ എന്തോ അബദ്ധവശാലോ എന്തോ കാരണങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ പറ്റി നമ്മൾ കംപ്ലയിൻറ്റും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സെയിൽസ്മാന് ഉണ്ട്. അപ്പോൾ അതവിടെ മാറ്റി കൊടുത്തുകൊണ്ട് അവരെ മെല്ലെ ഇൻഫ്ലുവൻസ് ചെയ്ത് സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്ത് മെല്ലെ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോരാനുള്ളൊരു ആത്മവിശ്വാസവും ഒരു ധൈര്യമൊക്കെ വേണം. അല്ലാതെ പേടിച്ച് അയ്യോ അതിങ്ങനെ ഇതായി കമ്പനിയെ കുറ്റം പറഞ്ഞ് മൊത്തത്തിൽ പ്രശ്നം രൂക്ഷമാവാതെ ഓർഡിനറിയിൽ അത് കോംപ്രമൈസ് ചെയ്ത് വരാനുള്ള ഒരു ആത്മവിശ്വാസവും ആർക്ക് വേണം, ഒരു സെയിൽസ്മാൻ വേണമെന്നാണ് പറഞ്ഞത്. Then it is the kind of report where basic planning of outline the future programs. A report related to sales work to be done as a near future of formulated by nearby action of sales work. The important information such an accounts to be called territories have covered, travel plans and sale purpose, hotel to be checked in, any new contacts of made, routes and travel to various purpose in articulated by salesperson so that the sales program is done in a smooth and efficient manner. This report helps the scheduling and planning the entire journey of a
sales representative, an example of document which contains such information, okay, such information to be stored as sales work plan report in given the figure. അതായത് ഒരു സെയിൽസ് റിപ്പോർട്ട്, ആ സെയിൽസ് റിപ്പോർട്ട് സെയിൽസ്മാൻമാർ എല്ലാവരും അനലൈസ് ചെയ്ത് ഓരോരുത്തർക്ക് അറിയാവുന്ന തിരുത്തലുകളും അതിലെന്തൊക്കെ വേണ്ടത് കൂട്ടിച്ചേർക്കലുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കറക്റ്റ് ഒരു ആക്ച്വൽ പ്ലാൻ ആയത് നമുക്ക് അത് കിട്ടും. അതാണ് എന്ത് ആ ഡോക്യുമെൻ്റ് പ്രത്യേകത. ഇതിൽ പറയുന്നുണ്ട് ഡൺ ഇൻ എ നിയർ ഓഫ് ഫ്യൂച്ചർ. അത് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് കൂടി ചിലപ്പോൾ അത് ഇത് കഴിഞ്ഞ ഒരു വർക്ക് ഗുഡ് ആണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിലാക്കാൻ ആ ഒരു പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി മാറ്റി നല്ല വൃത്തിയിൽ ഒന്നും കൂടി നമ്മൾ നമ്മൾ എന്ത് ജോലി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നോർമലിയാണ്, പിന്നെ നെക്സ്റ്റ് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കും. ഓക്കെ, അതേപോലെ ഇതൊരു എക്സാമ്പിൾ കൊടുത്തത് ഹിന്ദുസ്ഥാൻ ലിവർ, അത് HUL മുംബൈയിലുള്ള ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു റിപ്പോർട്ടാണ് ഇതിൽ കൊടുത്തത്, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. എക്സ്പെൻസ് റിപ്പോർട്ട്, നെക്സ്റ്റ് ഒരു റിപ്പോർട്ട്, ഇത് പ്ലാൻ റിപ്പോർട്ട് ഉള്ളത് തന്നെയാണ്. എക്സ്പെൻസ് റിപ്പോർട്ട് എന്താണ് എക്സ്പെൻസ്? നമുക്കറിയാം ചിലവ്, അതായത് ചിലവ് മീൻസ് ദിസ് ഇസ് ഓൾസോ നോൺ ആസ് reimbursement report, whereas a sales executive records all the information related to the expense incurred by him or her ഡ്യൂറിങ് എ സെയിൽസ് വർക്ക്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അത് വിൽക്കാൻ വരുന്ന ചില കുട്ടികൾ നേരത്തെ പറഞ്ഞു ബിസിനസ് ബികോമിൻ്റെയൊക്കെ ഭാഗമായിട്ട് സെയിൽസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങൾ വിൽക്കാൻ ബാഗ് തോളിട്ട് ഇങ്ങനെ വിൽക്കാൻ വരുന്ന കുട്ടികളെ പറ്റി നമുക്കറിയാം. അവർ വരുമ്പോൾ അവർക്ക് യാത്രാ ചെലവുകളുണ്ട്, എക്സ്പെൻസ് ഉണ്ടല്ലോ. ഒരുപക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വന്ന ഒരു ചെറിയൊരു പയ്യനും ഒരു മോളും നല്ല പാവം തോന്നി. അപ്പോൾ അവർ ക്ഷീണിച്ചിട്ട് നല്ല വെയിൽ കൊണ്ട് ഇവരിങ്ങനെ നടക്കുക ചെയ്യുക. ഇതൊക്കെ ഒരു ഇതിൽ പെടുന്നതുകൊണ്ട് മിസ്റ്റർ എക്സാമ്പിൾ പറയുന്നത്. നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പാവം തോന്നും, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് വെച്ചാൽ അവരൊന്നും പക്ഷേ ഭക്ഷണം അങ്ങനെ കയറി നിന്ന് കഴിക്കാൻ അതും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉൾപ്പെടുമ്പോൾ മിസ് അവർക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ ഏകദേശം നല്ല റെഡിയാക്കി അവർ വെള്ളം കുടിച്ച് അവർ പുറത്തേക്ക് പോയി. അവർക്ക് മനസ്സിനൊരു സമാധാനം ചെയ്യും. വെയിലത്ത് നടന്ന് തളർന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് സ്വാഭാവികം. അപ്പം ഇതും എന്തിൽ ഉൾപ്പെടുന്നു? സെയിൽസിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, അത് അവരുടെ ആറ്റിറ്റ്യൂഡ് ഗുഡാവണം, നമ്മളെ ആറ്റിറ്റ്യൂഡും ഗുഡാവണം. അപ്പം അങ്ങനെ ഒരു ബൗണ്ടറി. അപ്പം ഇതിൽ ചില എക്സ്പെൻസ് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വീട്ടിലേക്ക് കയറി ചിലപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങാനൊക്കെ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, പക്ഷെ അവർക്ക് ഏരിയയിൽ എന്തുണ്ടാവില്ല, ചില ബിൽഡിങ്സോ അങ്ങനത്തെ ഷോപ്പുകളോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് എക്സ്പെൻസ് കൊടുക്കുന്നുണ്ടാവാം, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അവരുടെ യാത്രാ ചെലവ് എന്ന രീതിയിൽ എക്സ്പെൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെയിൽസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ് പറഞ്ഞത്. And during their job they have to travel various places and deal the different clients and customers. എന്തായാലും നമുക്കിതൊക്കെ സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയയാണ്. അവരെ ക്ലയൻസിനും അവരെ കസ്റ്റമേഴ്സിനും കാണാൻ അവർക്ക് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് പല പ്രദേശങ്ങളിലൂടെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരും, നടന്നു പോകും, ചിലപ്പോൾ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അകലയിലേക്കൊക്കെ അവർക്ക് ബൗണ്ടറി തിരിച്ചെടുക്കുമ്പോൾ പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് എക്സ്പെൻസ് ഉണ്ടാവും സ്വാഭാവികമായും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പെൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഡോക്യുമെന്റ് റിപ്പോർട്ടിന് എക്സാമ്പിൾ തന്നത് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ റിപ്പോർട്ടാണ്. അതേപോലെ എക്സ്പെൻസ് റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന്. ന്യൂ ബിസിനസ് റിപ്പോർട്ട്, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂ ബിസിനസ് റിപ്പോർട്ട്. ദ New prospects identified are listed in such a report. The new business report consists all the new business initiated during the certain of period. The performance of sales representative is measured using such report. The ability of salesperson to capture the market and attract the customers and contribution in their product and the company are always evaluated the using of this report. അതായത് നമ്മൾ പറയുന്ന സെയിൽസ്മാൻ, അതായത് അവരെന്ത് ന്യൂ പ്രോസ്പെക്ട്സ് ഐഡന്റിഫൈഡ് ദ ടുവൈസ് റിപ്പോർട്ട്. New business report consists of all the business initiated during the certain time period. The performance of representative measured using such report. അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ ഒറ്റ വേർഡേ ഉള്ളൂ, ദ പെർഫോമൻസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് ഓരോ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, അതിന് കീഴിലാണ് ആര് വരുന്നത്, സെയിൽസ്മാൻ വരുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇവരെ ഓരോ ബൗണ്ടറി തിരിച്ച് ഓരോ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നതും എക്സ്പെൻസ് നോക്കുന്നതും ഇവരെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നതും ആരായിരിക്കും, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും.